അപ്പൊ ആൾക്കാർ വന്ന് ഈ യേശുവിടെ രൂപ എടുക്കുന്നത്, അവർ വലുതും ചെറുതും ഒക്കെ ഉണ്ട്. അവരെങ്ങനത്തെ രൂപ എടുക്കുന്നതെന്ന് അറിയാമോ? എല്ലാം ഫേസ് രൂപമല്ല, അവരുടെ വീട്ടിലെ ഷെൽഫിൽ ഒതുങ്ങുന്ന രൂപമാണ് അവരെടുക്കുന്നത് അല്ലേ? ഇത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് പറ്റിയ ഒരു രൂപമാണ് ഈ നിരീശ്വരവാദികൾക്ക് ഇഷ്ടം. ഈ നമ്മുടെ ദൈവത്തെ, യഥാർത്ഥ ദൈവത്തെ അല്ല. നമ്മളൊരു മായാവിയെ കണ്ടുപിടിച്ചു, അവർ ആ മായാവിയെ എടുത്തിട്ടാക്കുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപകരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പിരിച്വാലിറ്റിക്ക് പേര് കൊടുക്കുന്നതാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവം, അല്ലാതെ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ. അങ്ങനെ ഇതിൽ നിന്ന് നമുക്കെന്തോ ദൈവത്തിന് കൊടുക്കാറുണ്ടെന്ന് തോന്നുമ്പോഴാണ്, ഒരു പരീക്ഷയ്ക്ക് തിരിച്ചു കൊടുക്കാറുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് വീട്ടിൽ പോയത് പഠിച്ചത്. ജീവിതത്തിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ജീവിതത്തിന്റെ പരീക്ഷയുടെ നിർണായക ഘട്ടങ്ങളിൽ ഈശോ ജീവിച്ചതുപോലെ തന്നെ ജീവിക്കണം എന്നൊരു ഫയർ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ ഹോംവർക്ക് ഉണ്ടാകും. പണി നിങ്ങൾക്കായിരുന്നു, ഇതിപ്പോ പണി അച്ഛന്മാർക്ക്. ഗൗരവമാണ്, അല്പം വേദനയും കൂടെ ആയിട്ടെ പറയുന്നതെന്ന് വിചാരിച്ചു. നമ്മളാരും ഹോംവർക്കില്ല, ഇതിനു വേണ്ടി നമ്മൾ മെനക്കെടാറില്ല. അങ്ങനെ വ്യക്തിപരമായിട്ട് മെനക്കെടാറുണ്ടാകും. പിന്നെ നമുക്കൊരു ആചാരം വെച്ച്, ശീലം വെച്ചുള്ള ഒരു കുടുംബ പ്രാർത്ഥന, അതൊക്കെ തട്ടിമുട്ടി അങ്ങ് പോകും. അപ്പൊ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തിന്റെ അറ്റത്താണ്. നമുക്ക് അവിടെ നിന്ന് തിരിച്ചു പിടിക്കണം. അതിന് നമ്മുടെ ലൈഫിലൂടെ നമുക്ക് ഇത് തിരിച്ചു പിടിക്കാൻ പറ്റും. സക്കേവൂസിന്റെ കഥ അറിയാമോ? സക്കേവൂസിന്റെ ജീവിതം. അദ്ദേഹം ഈശോയെ കണ്ടുമുട്ടി. ആ ഈശോ അയാളോട് ചോദിച്ചു, ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ താമസിക്കട്ടെ എന്ന് പറഞ്ഞ അയാളൊന്ന് കാണാനേ വിളിച്ചുള്ളൂ. അപ്പോഴാണ് ഇത് വീട്ടിൽ കിടക്കാത്തത്. ഒരു പൂ ചോദിച്ചപ്പോ പൂക്കാലം കിട്ടിയാണ് അയാൾ. സക്കേവൂസ് വിഷയം കൊണ്ട് വീട്ടിൽ. എന്റെ സക്കേവൂസിന് മനസ്സിലായി, ഈ കിട്ടിയ ഭാഗ്യം നഷ്ടപ്പെടുത്തത്. ഒരാൾ വിചാരിക്കുകയാണ്, ഈശോയെ അടുത്ത് കിട്ടിയ ഈ ഭാഗ്യം ഞാൻ നഷ്ടപ്പെടുത്തും. ഈ ഭാഗ്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? എന്റെ സ്വത്തിൽ പകുതി ഞാൻ കരുതൽ പോകും. ആരുടെയെങ്കിലും വക മാറ്റിക്കെടുത്തെങ്കിൽ 4 ഇരട്ടിയായി പോകും. സ്വത്ത് അത് ഒരു കാര്യം മാത്രമാണ്. അതിനെ ഒന്ന് ജനറലൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചപ്പോൾ നീ എന്റെ വീട്ടിൽ വന്നു. ഇനി ഇത് നഷ്ടപ്പെടുത്താതിരിക്കാൻ എന്ത് ത്യാഗം ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഈശോ വിട്ടുപോകാതിരിക്കാൻ എന്ത് ത്യാഗവും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ ഈശോ പറഞ്ഞു, എന്നാ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാം. സക്കേവൂസിന്റെ വീട്ടിലോട്ട് ഈശോ കയറി വന്നത് സക്കേവൂസ് തുറന്നു കൊടുത്ത ജീവിതത്തിലൂടെയാണ്. നമ്മൾ ഈ ഈശോയെ ആദ്യം കണ്ടുമുട്ടണം. എവിടാണ് ഈ ഈശോ? എവിടുന്ന് കർത്താവ്? എവിടുന്ന് കർത്താവ്? പറ, എവിടുണ്ട്? ആ പള്ളി കണ്ട് പള്ളിയിലെ ഉള്ളെന്ന് കരുതരുത്. ഈ പള്ളി നടക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? പറ. ഈ പള്ളി പെരുന്നാൾ നടക്കാറുണ്ട്. ഈ എന്താ ഈ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ? പുറത്ത് കാണുന്ന ലൈറ്റാണോ? ആണോ? അത് പെരുന്നാളിന്റെ ഒരു ഭാഗമാണ് അല്ലേ? ചിലപ്പോൾ പെരുന്നാളായിട്ട് പുറത്ത് ചില പള്ളികളിൽ പുതിയ കടകളൊക്കെ വരും. അതാണ് പെരുന്നാൾ. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താ? അതൊക്കെ കടന്നു കിടന്ന് പള്ളിക്കകത്ത് കയറണം അല്ലേ? പള്ളിക്കകത്ത് കയറുമ്പോൾ പള്ളിയിലെ ഏറ്റവും വലിയ കാര്യം എന്താ? പള്ളി ചിലപ്പോൾ പാട്ട് കാണും, ചിലപ്പോൾ ഇതുപോലെ പ്രസംഗം കാണും. പള്ളി പലതുമുണ്ട്. അതില് നമ്മുടെ ആരാധനാക്രമത്തില് പള്ളിയിലെ ഏറ്റവും വലിയ കാര്യം എന്താ? വിശുദ്ധ ബലി. ആ ബലിയിലെ ഏറ്റവും വലിയ കാര്യം എന്താ? കേട്ടില്ല? യേശുക്രിസ്തുവിന്റെ ശരീരം. ആ ബലി അർപ്പിച്ചർപ്പിച്ച് നമ്മൾ അവസാനിക്കുന്ന എവിടാണ്? യേശുക്രിസ്തുവിന്റെ ശരീരം നമ്മൾ സ്വീകരിക്കും.